ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല ജ്യൂസിയുമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈഡ് ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഇത് മാറും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഫ്രൈഡ് ചിക്കൻ പോപ്കോൺ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത പീസാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. അതല്ല നമുക്ക് കുറച്ചും കൂടി വലിയ സൈസിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്കും എടുക്കാം. ഇതിനും ചെറിയ പീസാക്കി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളിൽ ഒരു 1/2 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് 1 ടീസ്പൂൺ നിറയെ തന്നെ കശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഇച്ചിരി എരിവ് കുറവുള്ളതാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഓണിയൻ പേസ്റ്റ് ആണ്. അപ്പോൾ ഒരു സവാള എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അതിലിപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിലെ ഓണിയൻ പൗഡറൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ ഓണിയൻ പൗഡർ ഉണ്ടെങ്കിൽ അത് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ അതില്ലാതെ നമുക്ക് തയ്യാറാക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളത്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ജിഞ്ചർ പൗഡർ ഉണ്ടെങ്കിൽ അത് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചേർക്കാം. അതുപോലെ തന്നെ ഗാർലിക് പൗഡർ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഡ്രൈ മാംഗോ പൗഡറാണ്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഇത് കൂടി ചേർക്കാവുന്നതാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഡ്രൈ മാംഗോ പൗഡർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ വഴി വാങ്ങാവുന്നതാണ്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഓറിഗാനോയും കൂടി അതും കൂടി ചേർക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഓറിഗാനോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടി ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള രീതിയിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇത്രയും ചേരുവകളും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഫ്രൈഡ് ചിക്കൻ പോപ്കോൺ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 1/2 മണിക്കൂർ നമ്മളിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഫ്രിഡ്ജിൽ തന്നെ മാറ്റി വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ നല്ലതുപോലെ ഈ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കുന്നത് പോലെ ഒന്ന് മാറ്റി വെക്കാം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറോളമായിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ മൈദ മാവ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് അളവിൽ എടുക്കുന്നേ ഉള്ളൂ. ഇതിൽ കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ മാവിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ പീസ് മാവിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഈ ഒരു രീതിക്ക് ഇതുപോലെ കോട്ട് ചെയ്തെടുത്ത ഓരോന്നും ഇതുപോലെ ഒരു ഹോളുള്ള ഒരു സ്പാച്ചിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അരിപ്പ ഉണ്ടെങ്കിൽ അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ലൈറ്റായിട്ട് മാത്രം ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ നമ്മുടെ മാവിലേക്ക് മസാല കംപ്ലീറ്റഡ് ആയി പോകും. അതിൻ്റെ പേരിൽ ഓരോന്നായിട്ട് മാത്രം നമുക്ക് മാവിലേക്ക് ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ ഒരു 5-6 പീസ് മാത്രം ഒന്ന് മാവിലേക്ക് ഡിപ്പ് ചെയ്ത് അരിപ്പയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബോൾ നിറയെ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. പച്ചവെള്ളവും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് നമ്മൾ മാവിൽ ഡിപ്പ് ചെയ്തത് മാറ്റി വെച്ചില്ലേ, ഇതൊന്ന് 5 സെക്കൻഡ് മുതൽ ഒരു 10 സെക്കൻഡ് വരെ ഇതുപോലെ ഒന്ന് മുക്കി വെക്കാം. നമുക്ക് ഇട്ട് നമ്മൾ ഇതുപോലെ ഈ സ്പാച്ചിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും ചെയ്യരുത്. എങ്കിൽ പിന്നെ മാവെല്ലാം വെള്ളത്തിൽ കലർന്നു പോകും. അങ്ങനെ ചെയ്യരുത്. ഇത്രയും സമയം മാത്രം ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ മതിയാവും. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ച ഓരോ ചിക്കൻ പീസും മാവിലേക്കിട്ട് നല്ലതുപോലെ തന്നെ ഇതുപോലെ കൈവച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ ചിക്കൻ ഇട്ട് ഒരുപാട് ഇളക്കാൻ വേണ്ടി പാടില്ല. മാവ് ഇതിന് പുറത്തേക്ക് വെച്ചിട്ട് വേണം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്.
ഒരു 10 മുതൽ 20 സെക്കൻഡ് വരെ മാത്രം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഓരോ ചിക്കൻ പീസും ഒന്ന് ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കന് മുകളിൽ ഇതുപോലെ ഇങ്ങനെ ക്രംസ് ഉണ്ടാവും കേട്ടോ. ഈ ഒരു രീതിക്ക് നമ്മൾ സാധാരണ KFC ചിക്കനൊക്കെ വാങ്ങില്ലേ, ആ ഒരു രീതിക്ക് തന്നെ ഇതുപോലെ കോട്ടിങ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇതിലേക്ക് ഓട്സ് വേണ്ടേ, അതുപോലെ തന്നെ കോൺഫ്ലെക്സ് ഒന്നും വേണ്ടേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതൊന്നും വേണ്ട, നമുക്കിതുപോലെ മാവ് മാത്രം മതിയാവും. ഈ നമ്മുടെ മൈദാ മാവ് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു കോട്ടിങ് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു രീതിക്ക് ഉണ്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി കൂടുതൽ ക്രംസ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതൊന്ന് വെള്ളത്തിലേക്ക് ഒന്ന് മുക്കി വെച്ചിട്ട് ഒരു 5 സെക്കൻഡ് മുക്കി വെച്ചിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ മാവിലേക്കിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി കോട്ടിങ് കൂടുതലായിട്ടുണ്ടാകും കേട്ടോ. നമ്മുടെ ഈ ചിക്കൻ ഓരോന്നും മാവിലേക്കിട്ട് നല്ലതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിക്ക്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ലെയർ ഇതിന് മുകളിലേക്ക് ഉണ്ടാകും കേട്ടോ. ഇതുപോലെ ഈ ഒരു രീതിക്ക് നമ്മുടെ ചിക്കൻ എല്ലാം മാവിൽ കോട്ട് ചെയ്ത് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത്രയും അളവിലാണ് കേട്ടോ. നമ്മുടെ 1/2 കിലോ അളവിൽ ചിക്കൻ എടുത്തപ്പോൾ ഈ ഒരു അളവിലാണ് നമുക്ക് പീസുകളൊക്കെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ചിക്കൻ എടുക്കുന്നതിൽ നിന്നും കുറച്ചും കൂടി കൂടുതലായിട്ട് വലിപ്പം ഉണ്ടാകും കേട്ടോ, നമ്മൾ ഇതുപോലെ ഒന്ന് മാവിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേണ്ടത് ഉടൻ തന്നെ ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഞാനിപ്പോൾ ഒരു കടായിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് നമുക്കിതിൽ നിന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ. കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ വേഗാതെ കിട്ടും. അതിൻ്റെ പേരിൽ മീഡിയത്തിനും ലോക്കും ഇടയിലിട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കളറും മാറിപ്പോകും. മാക്സിമം നമുക്ക് എണ്ണയിലേക്ക് ഇടാൻ പറ്റുന്ന അത്രയും ഇടാവുന്നതാണ്. എണ്ണയിൽ അങ്ങനെ പിരിഞ്ഞു പോകുന്നു, മാവൊക്കെ പിരിഞ്ഞു പോകുന്നുള്ള പ്രശ്നമൊന്നും വരില്ല. എണ്ണയിലേക്ക് എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡ് ആകുമ്പോൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. കടായിലൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി എപ്പോഴും നമ്മളിത് ഇളക്കണം എന്നുള്ള ആവശ്യമില്ല. ഏകദേശം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുണ്ട്. നല്ല തീരെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നതെങ്കിൽ കുറഞ്ഞ സമയം മതി. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതല്ല കുറച്ചും കൂടി വലിപ്പമുള്ള സൈസാണ് നമ്മൾ ചിക്കനൊക്കെ ഇടുന്നതെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കും. നമുക്കറിയാവുന്നതാണ്, ചിക്കൻ്റെ ഉൾഭാഗം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീരെ ചെറിയ പീസാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് തിരിച്ചു മറിച്ചു വിട്ടില്ല, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് എണ്ണയിൽ വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7-8 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്തുമാത്രം ക്രിസ്പിയും അതുപോലെ തന്നെ എന്തുമാത്രം ജ്യൂസിയുമായിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് ചിക്കനാണെന്ന്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. എപ്പോഴും ചൂടോട് കഴിക്കാനാണ് കൂടുതൽ രുചികരം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസോ മയോനൈസൊക്കെ എടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.